ഹലോ അച്ഛാ. ആ മക്കൾ അറിഞ്ഞായിരുന്നാ? ഓ അച്ഛാ, രാജേന്ദ്ര ചിറ്റപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വരാൻ പറ്റുമോ? അച്ഛാ, എൻ്റെ ജോബ് വിസ അടിച്ച് കിട്ടിയിട്ടില്ല, അത് പ്രോസസ്സിങ്ങിലാണ്. ആ അപ്പോൾ അത് കിട്ടാനായിട്ട് 2-3 ദിവസം കൂടെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റും. ഓ അമ്മ എങ്ങനെ ഇരിക്കണം അച്ഛാ? ആ അമ്മ ഞങ്ങൾ ആശുപത്രി നിൽക്കണേ മക്കളെ. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. എടീ, ഫോൺ അടിക്കുന്നു. എന്റെ ഫോൺ അടിക്കുന്നു. അഞ്ജലിയുടെ വീട്ടീന്നാ? എടുക്ക്. ഹലോ, തോന്നക്കലിന്നാണേ. അഞ്ജലിയുടെ അമ്മമ്മ മരിച്ചുപോയി. ആരെ? മാമി മരിച്ചത്. അവിടെ ആരാണ്ടോ മരിച്ചെന്ന്. ആര് മരിച്ചെന്ന്? ആരാണ്? മുരളി, അഞ്ജലിയുടെ അച്ഛൻ. അഞ്ജലിയുടെ അച്ഛൻ മരിച്ചെന്ന്. മുരളിയോ? അയ്യോ, എന്തു പറ്റി? ആ ഫോണിങ് വന്നേ. എങ്ങനെയാ മരിച്ചത്? അറ്റാക്കായിരുന്നു. ഇതാരാ സംസാരിക്കുന്നത്? മുരളിയാണ്. അന്നേരം മരിച്ചെന്ന് പറഞ്ഞതാരാ? മാമിയെ, അഞ്ജലിയുടെ അമ്മമ്മ. മുരളിയല്ല, അഞ്ജലിയുടെ അമ്മൂമ്മ മരിച്ചത്. അണ്ണാ 2 ചായ. എൻ്റെ കാശുണ്ടടാ. എൻ്റെ കാശുണ്ടല്ലോ. പിന്നെ ആ നേഴ്സുണ്ടല്ലോ, അവരമ്മച്ചി എന്താ നനഞ്ഞിരിക്കുന്നു ചോദിച്ചപ്പം ഞാൻ ഒന്ന് പേടിച്ചു കേട്ടാ. നീ ആ വാട്ടർ സ്പ്രേ എടുത്ത് അടിച്ചുകൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നെങ്കിലാ. നീ തന്നിട്ടേ പറയണം. അവർ താർന്ന് തരവിന് ശേഷമല്ലേ നമ്മളെടുത്ത് ചടിച്ചത്? നമ്മളല്ല, നീയാണ് അതെടുത്ത് വെച്ച് അടിച്ച. അവർ ചിലപ്പോൾ കാര്യത്തിൽ വീണതായിരിക്കും. നീ അതെടുത്ത് വെച്ച് അടിച്ചുകൊണ്ടായിരിക്കും അറ്റാക്ക് വന്നത്. പറയാൻ പറ്റൂല. എന്നാലും ആ അമ്മച്ചിയുടെ ഒരു വിധി. നിന്റെ കൈ കൊണ്ടൊക്കെ ചാവണമെന്ന് പറഞ്ഞ സന്ദീപേ, നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ മാത്രമല്ലേ കണ്ടോളൂ. എൻ്റെ കാശ് വല്ലതും ഉണ്ടോ? ഒന്നുകൂടി പോകാൻ വെച്ച 2 പൊറോട്ട ഒരു ബീഫും. രാജേന്ദ്രണ്ണ, മറ്റേ ആറ്റിങ്ങ താമസിക്കേണ്ട ബന്ധുക്കളില്ലേ നാളെ ഇല്ലിയിലേക്ക്, അവരൊക്കെ നമ്പർ തിങ്ങെടുത്താണ്. ഞാൻ നാളെ മരിപ്പൊന്ന് വിളിച്ചു പറയട്ടെ. അതൊക്കെ മുരളിയാണ് വിളിച്ച് പറഞ്ഞാണോ? എന്നാ ഞാൻ കൂടെ വിളിച്ച് പറയട്ടെണ്ണ, അവരൊക്കെ അറിയട്ടെ ഞാനാണ് ഇവിടെ ഇടിച്ചിരിക്കണേന്ന്. അവരൊക്കെ വോട്ടിപ്പോഴും നമ്മളെ വാർഡിലാണ്. എൻ്റെ അവർ നമ്പർ നിങ്ങളാ. അണ്ണാ, നിങ്ങൾ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് നോക്കണ്ണ, നമ്പർ കാണും. ഞാൻ ഗ്രൂപ്പിലും കുഴപ്പമില്ലൊന്നുമില്ല. എടാ കുമാരേ, ഓ, കാറിലാണ് ആശുപത്രി കൊണ്ടുപോയത്. അവിടെ കാറിലാണോ കൊണ്ടുപോയത്? ഉള്ളോടുള്ള കാറിലാണ് അറ്റാക്ക് വന്നവൾ ആശുപത്രി കൊണ്ടുപോണത്. ഉമ്മയാണ് അവള് മരിച്ചത്. അതിപ്പോ എന്റെ അടുത്ത് വെച്ചാ അങ്ങനെ ആംബുലൻസ് വിളിച്ച് വിട്ടിരുന്നെങ്കിൽ അവള് രക്ഷപ്പെട്ടു പോയത്. അവള് മരിച്ചു പോകാൻ വല്ലതും ആയ പരമ കഷ്ടം തന്നെ അവളെ കാര്യം. നിങ്ങളടുത്ത് മിണ്ടൂല അങ്ങേരി? നമ്മളെയൊന്നും അംഗീകരിച്ചിട്ടില്ലല്ലോ. കറാൻകുട്ടി കിളവൻ തന്നെ അല്ലേ ഇത്? അമ്മ വെച്ച ആശുപത്രി പോണില്ലേന്ന്. ഓ താ പോണം മുറകളെ. അണ്ണൻ ചെല്ലണ്ണ, ഇവിടെ ഞാൻ ഉണ്ടല്ലേ. പിന്നെ ബോഡി എപ്പോൾ എടുക്കാന്ന്? ദൂരം ഒന്നും ആരും വരാനില്ലല്ലേ? മുരളിയുടെ മോന് വരാൻ പറ്റുള്ളതാണ് വിളിച്ചു പറഞ്ഞ. എന്നാ പിന്നെ നമുക്ക് 2 മണിക്ക് എടുത്തൂടെ? അത് എടുക്കുന്ന കാര്യം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. കരയോക്കാർ വരട്ടാദ്യം. അതെന്ത് കരയൊന്നും തീരുമാനിച്ചാലേ പറ്റുള്ള? വാർഡ് മുമ്പ് തീരുമാനിച്ചാൽ തൊക്കൂലേ? ബോഡി ഇപ്പം എത്തും. സകല ബന്ധുക്കളും അപ്പുറം കിടക്കണവര്. പിന്നെ വെച്ച് താമസിപ്പിക്കണതിന് രാജേന്ദ്രണ്ണ നമുക്ക് 2 മണിക്ക് തന്നെ എടുക്കാം. കരയാൻ ചോദിക്കണമെങ്കിൽ വാർഡ് മെമ്പർ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ ഇനി നിശ്ചയം മുടങ്ങുമല്ലോ. എന്നാലും ഈ സമയത്ത് നീ വേഗം റെഡിയാകാൻ നോക്ക്, സമയം പോകുന്നു. എങ്ങോട്ട് പോവാനാ? മരണത്തിന് പോകണ്ടായോ? അയ്യോ, നമ്മൾ പോവാൻ പാടില്ല. നമ്മൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം എടുക്കാനിരിക്കുമ്പോ അതിനു മുമ്പ് ഇങ്ങനെ മരണത്തിന്റെ ഒരു കാര്യമായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാര് പറഞ്ഞു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സമയത്ത് മരിച്ചത് തന്നെ ശരിയായില്ല. എന്തൊക്കെയാ നീ പറയുന്നത്? ഇതെന്തായാലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. എന്തോന്ന്? ഈ കല്യാണത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഞാൻ പറഞ്ഞത് വിശ്വാസം ഇല്ലെങ്കിൽ ചേട്ടന് വിശ്വാസമുള്ള ഒരാളുണ്ടല്ലോ, സന്തോഷ് ജോത്സ്യര്. വിളിച്ചു നോക്ക്, വിളിക്കേ. നിന്ന് നിലയ്ക്ക് വരാൻ പറഞ്ഞ എങ്ങനെയെണ്ണ? കൊച്ചു കിടക്കണ്, ചെറുക്കനാണെങ്കിൽ ഇവിടെ മൊത്തം തൂരി വെച്ചേക്കണ്. അതെന്തോന്ന് പറച്ചില്ലേ? നീ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ബ്ലോക്ക് മെമ്പർ എന്ന് പറഞ്ഞാൽ എനിക്ക് 4 കൈയൊന്നും ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കിട്ടണ കല്യാണത്തിന് മരിപ്പിനൊക്കെ വന്ന് ഇടിച്ച് നിന്ന് അടുത്ത ഇലക്ഷന് 10 വോട്ട് കിട്ടും. അല്ലാതെ ഇവിടെ വികസനം ഉണ്ടായി കൊടുത്തു പറഞ്ഞാൽ ഒരുത്തനും വന്ന് കുത്താൻ പോണില്ല. എനിക്ക് പിള്ളേരെ ഇട്ടിട്ട് നിന്ന് നിപ്പി വരാൻ പറഞ്ഞാൽ പറ്റിയൊന്നുമില്ല.
ഓ എന്നാ നീ അടുക്കളയിൽ തന്നെ ഇരുന്നോ. അനിതേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയാണ് ഈ സംവരണമൊക്കെ തന്നെ നിങ്ങളെ പിടിച്ച് മെമ്പർ ആക്കിയിരിക്കുന്നത്. എന്നാ സഖാ ഒരു കാര്യം ചെയ്യും, എന്റെ അടുക്കളയിൽ വന്ന് കഞ്ഞി വെച്ചതാ. കൊച്ചുങ്ങളെ കാര്യം നോക്ക്, ഞാൻ അവിടെ വന്ന് ഇടിച്ചു നിൽക്കാം. ഇവിടുത്തെ പണി ഒതുക്കി കൊച്ചുങ്ങളെ അപ്പുറത്തെ ആക്കാതെ എനിക്ക് വരാൻ പറ്റൂല. ഓ നീ എന്തരാ ചെയ്. ഇത് എന്തൊരു പെണ്ണിത്. പ്രസന്ന നീ ഇവിടെ ഇല്ലടേ. ഞാൻ രാവിലെ വെട്ടാൻ പോരുന്ന ഇതെങ്ങനെ അറ്റാക്ക് ആയിരുന്നു. ഇന്നലെ രാത്രി ഞാൻ ഇതുവഴി പോയപ്പോഴേ എന്താ കരച്ചിലും വിളിയാ കേട്ടായിരുന്നു അവിടെ. രാത്രിയൊന്നും അല്ലടാ, ഇതിപ്പോ രാവിലെ അവർ തളർന്നു വീണതെന്ന്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവിടുന്ന് എടുത്തോണ്ട് പോകുന്നേ മരിച്ചു. പക്ഷേ അവന്മാരിപ്പോൾ പറയണ ആശുപത്രി ചെന്നിട്ടാണ് മരിച്ചതെന്ന്. അതെന്ത് നമുക്കെങ്ങനെ അറിയാൻ? എന്തരോ ഒരു ഇത്. നിന്റെ സാധനമല്ല ഇരിക്കണം. ഇല്ലെണ്ണ എൻ്റെ ഒന്നുമില്ല. കാണും നീ ഇതിപ്പോൾ എടുത്തോണ്ടാണ്. ഇല്ലെണ്ണ ഒന്നുമില്ലെന്ന്. ചേച്ചി സമയമാകുമ്പോൾ ആരായാലും മരിക്കത്തില്ലേ ചേച്ചി? അവരുടെ സമയമായപ്പോൾ അവർ മരിച്ചു. അതിപ്പോൾ കല്യാണം ഉറപ്പിച്ചില്ലെങ്കിലും ഉറപ്പിച്ചാലും ആ സമയത്ത് അവർ പോകും. പക്ഷെ നമ്മൾ ഇവിടുന്ന് മരണത്തിന് പോണത് ദോഷമല്ലേ? എന്റെ പൊന്ന് ചേച്ചി, നമ്മുടെ വീട്ടിൽ മരുമോളാവരുത് കൊച്ചിന്റെ വീട്ടിലല്ലേ ചേച്ചി മരണം. അതിന് പോകാതിരുന്നാലാണ് ദോഷം. അവർ നിങ്ങളെ പറ്റി എന്ത് വിചാരിക്കും ചേച്ചി? അപ്പൊ പോവാല്ലേ? ധൈര്യമായിട്ട് പോയിട്ട് വാ ചേച്ചി. കല്യാണം ഉറപ്പിച്ച ശേഷം അവരുടെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ. ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ട സമയം കൂടെ ഒന്ന് പറഞ്ഞു തരാവോ? ചേച്ചി അത് ഇന്ന് 12:40 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ചേച്ചി. അതുവരെ മീനരാശിയാ. ഓ ഓ ഓ അങ്ങനെ ചെയ്യാം. ഇവിടെ ആരും മരിച്ചടാ? ആരടാ? അതല്ലടാ ഞാൻ ചോദിച്ചത്. അണ്ണ ഇവിടെ ആരും മരിച്ചത്? ആണ്ടാ അവിടുത്തെ അമ്മച്ചിയടാ. ഓ അവക്കൊരു അമ്മൂമ്മയുണ്ട്, അവരായിരിക്കും. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു പോകാനോ? ഇത് മരണ വീടാണ്, ആർക്ക് വേണോ കുറെ ആരും ശ്രദ്ധിക്കൂല. നീ വാങ്ങട്ടെ, ഞാൻ ഇല്ലേ നിന്റെ ഇവിടെ. ഇവിടെ കയറിട്ട് എന്തിനാണ് അതെന്തൊരു തട്ടിയത്? എന്റെ അളിയ നീ ആദ്യം അവളെ ആ വീട്ടിൽ കയറിയിട്ട് നീ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യും. എടാ നീ കര അവളെ ഫ്രണ്ടിൽ കിടന്ന് കാള കരയും പോലെ കര നീ. എടാ ഒരു പെണ്ണിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആണൊരുത്ത് ഇങ്ങനെ കരയുമ്പോൾ അവള് ഇമോഷണലി നീ ആയിട്ട് കണക്ട് ആവൂടാ. അവൾ അമ്മ മരിച്ചിരിക്കുമ്പോ മരിച്ചിരിക്കില്ല, മരിച്ച് കിടക്കുകയായിരിക്കും. ഫൺ കൾട്ട് ഫൺ. അഞ്ജലിയുടെ അമ്മൂമ്മ എന്നോട് ക്ഷമിക്കണേ. നീ പെട്ടെന്ന് കയറിപ്പോ. നീ കണ്ടല്ലേ എനിക്ക് അതെന്ത്? എടാ ഈ മരിപ്പൂട്ടില്ലേ ഈ ആൾക്കാർ കരയണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിരിച്ചു പോവും. നീ പോയിട്ട് ഒറ്റയ്ക്കാ? എടാ ഞാൻ ഇവിടെ ഇല്ലേ, നീ പോയി വളയാളിയാ അവളാ തീർക്കടാവും കൂടാ. രതീഷേ, നീ മുരളിയെണ്ണെ വിളിച്ചിട്ട് ഏത് ഭാഗത്താണ് നടക്കണേന്ന് പോയി. അത് ചോദിക്കാതിരിക്കണേ, അടക്കേ മുരളി അടക്കണം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. വൈരവാ, നീ ഇവിടെ വെട്ടി ഒരുക്ക ആളെ വിടുന്നുണ്ട്. എവിടാ? എടാ ഞാൻ ഒരു ബംഗാളി അങ്ങോട്ട് അയച്ചടാ, അവ എത്തിക്കാണോല് നീ നോക്കിയാണ്. അണ്ണാ ഇതുകൊണ്ട് ഒരുത്ത അവിടെ നിന്ന് കറങ്ങണണ്ട. ആരാ അത്? ആ അക്കരെ ഒരു മരിപ്പ് വീട്ടില്ലേ ഇതുപോലെ ഒരുത്തത് നിന്ന് കറങ്ങിയാണ്. എത്തിക്കഴിഞ്ഞപ്പോൾ പപ്പുടിയുടെ ജനറേറ്റർ ഓടിച്ചോണ്ട് പോയി. എന്താ അവിടെ നിന്ന് കറങ്ങണ? നീ എവിടെ ഉള്ള? നീ ഇവിടെ നിന്ന് ഇറങ്ങിയ അങ്ങനെ? നീ ബൈരം വായിച്ച ആളല്ലേ? കുമാറേ ആരുടെ? അണ്ണാ ഇത് കണ്ട് ഇവിടെ വെട്ടി ഒരുക്കാനായിട്ടേ ബൈരം വായിച്ച ബംഗാളി. അത് ശരി, ജനറേറ്ററിന്റെ അടുത്ത് ഇറങ്ങിയപ്പം ഞാൻ വിചാരിച്ചു. അല്ല നിന്റെ മമ്മട്ടി വെട്ടോത്തിയും തന്നയിച്ചില്ലേ? മമ്മട്ടി വെട്ടോത്തി നെഹി. ആ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നടന്നു എടുക്കാം. വാ ജോ പാടാ. ഹോ അൽവ കണ്ണാളെ സൽവാര ചെണ്ടാളെ പൽവാള ദേവൻ ഞാൻ സെൽവാക്ക് ഇല്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാളെ നൊങ്കിൻ തള്ളാലെ വാക്ക് തീർന്ന് നീ അകലെ അകലെ ചരട് മുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കറങ്ങി മറന്ന പരിസരം എന്നരടി മണ്ണിൽ കുളിച്ചു മൂടണോ ഇഷ്ടം ഞാൻ ജനിച്ച മരിച്ച പലവട്ടം പുളിഞ്ചിക്ക ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കുവാൻ ഉറുമ്പ് ഞാൻ കറങ്ങി നിക്കണ്. അങ്ങോട്ടല്ല, അവിടെ ആ സൈഡില്. നിനക്കൊരു മന്ദത എന്ത്? നിനക്ക് ഇവിടെ പോടാ അങ്ങോട്ട്. ഇത് എന്തൊരു ബംഗാളിയാണോ ഇത്? ഇവിടെടാ, ഇവിടെ ഇറങ്ങ ഇറങ്ങ്. ഇവിടെ നിന്ന് ആ മൂല വരെ ചെത്തി വൃത്തിയാക്കിയിട്.
ഇവന്റെ അടുത്ത് മലയാളത്തിൽ തൂ ഏ കാം കരോ ഉസ് സൈഡ് പൂരാ ക്ലീൻ കരോ ബോഡി ദഹിപ്പിക്കാൻ ഹേ ഹാ ജൽദി താരാ ഓ അവനെ കൊണ്ട് ബ്ലാങ്കമ്പും കൂടെ മുറിപ്പിക്കണം. അത് മുറിക്കണ എന്തിന്? അല്ലെങ്കിൽ ബോഡി എത്തുമ്പോൾ ലാഭം എത്തും. ഒരു കത്തലുമില്ല, അതൊക്കെ ദൂരയിലേക്കണത്. ആ പറ്റി നാട്ടിന് തോല് വെട്ടിക്കാൻ. കള്ള കേണവായി തൂ കാം കരോടാ ജൽദി. പോയി തോലൊന്നുമില്ല. വേറെ താരിഖ് തരാം ഏടിയമ്പി നിന്റെ വീട്ടിൽ എന്തേടി കൊട്ടും ബഹളമൊക്കെ? തൊട്ടിപ്പുറത്ത് മരിപ്പ് വീടായിട്ട്. ആ ചെറുക്കൻ പറഞ്ഞ ഒന്നും കേൾക്കൂല. ഞാൻ എന്തിനു കേട്ട്? ഹോ, അടുത്ത ഞായറാഴ്ച നിശ്ചയം നടത്തായിരുന്ന വീടാണിത്. സത്യം. അന്നേരം തന്നെ ഇത് വന്നല്ലെന്നാണ്. നല്ല മരണമല്ലേ, നിന്ന നിപ്പി വീണങ്ങ് തീർന്നു. കിടന്നു പോയാലല്ലേ പാട്. അത് പിന്നെ സാവിത്രി ചേച്ചിക്ക് അങ്ങനെയല്ലേ വരുള്ളൂ. ഒരു പഞ്ചപാവല്ലായിരുന്ന ചേച്ചി. ഇന്നത് വരെ ആരെടുത്തും ഒരു മുഷിച്ചില്ല. ഇച്ചു പോന്ന് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യരെടുത്തും. അത് ഞങ്ങൾ ഇവരുമായിട്ട് കേസ് നടക്കുന്ന സമയത്ത് സാവിത്രിമാമി കണ്ടാൻ മിണ്ടുകയും ചെയ്യും. ചക്കയൊക്കെ ഉള്ള സമയത്ത് അടുത്തോണ്ട് പോടി നിൻ്റെ കൂടെ പറയുകയും ചെയ്യും. അവരെ കാര്യമായോണ്ട് ഞാൻ കയറി വന്ന്. മക്കൾക്ക് രണ്ടുപേർക്കും ആ ഗുണമൊന്നും കിട്ടിയിട്ടില്ല. തള്ളയെത്തിട്ട് നേരെ ഒന്നും കരയണ പോലുമില്ല. ആ കേസ് പിന്നെ എന്തരായടി? കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്ത് ഞങ്ങൾക്ക് വഴി കിട്ടുകയും ചെയ്ത്. പക്ഷെ ഇപ്പോഴും നടന്നേ വീട്ടിൽ ഇറങ്ങാൻ പറ്റൂ. ഒരു സൈക്കിൾ പോലും പോകില്ല. ഏടി, അവരവരെ പെരയിടത്തിൽ കൂടെ നിനക്ക് വഴി തന്നതും പോരാ, ഇനി ലോറി പോണ വഴി വേണോ? നീ മനഃപൂർവ്വമല്ല നിന്റെ വീടിന്റെ പുറവശത്തെ വഴി കെട്ടി അടച്ചിട്ട് കേസിന് പോയത്. എങ്കിൽ കാര്യമായിപ്പോയി. കാലങ്ങളായിട്ട് ഞങ്ങൾ നടക്കണ വഴി ഞങ്ങൾക്ക് കിട്ടാനുള്ള തന്നെ. അത് ഞങ്ങളുടെ അവകാശം തന്നെ. ഓ, നീ പിന്നെ ഒരു മജിസ്ട്രേറ്റ്. മരിപ്പ് വീടാണ് മിണ്ടാരി അവിടെ. പക്ഷെ ഇതിപ്പോ എന്തരായാലും നിന്റെ വഴിയിലെ തലയ്ക്കെ കൊണ്ടിട്ടാണല്ലോ സാവിത്രി വെച്ച് കത്തിക്കാൻ പോണത്. എവിടെ? ദോ അവിടെ ചെന്ന് നോക്ക്, ഒരുത്തൻ നിന്ന് വെട്ടി വൃത്തിയാക്കണത്. എന്നാലും അവരെ പെരത്തിട്ടാകുമ്പം അവരെ പെരയിടത്തിൽ തന്നെങ്കിലും നമുക്കുള്ള വഴിയിൽ ചേർത്തിട്ടേ കത്തിക്കാൻ പറ്റുള്ള. വേറെ എന്തുമാത്രം പെരയിടം കിടക്കണം അവക്കൊക്കെ. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാണ് അവിടെ ഇട്ട് കത്തിക്കാൻ പറ്റൂലെന്ന്. ദാണ്ടേ രാത്രി അതുവഴി ഇറങ്ങി വരുമ്പോ സാവിത്രിമാമി ബേന്ന് പറഞ്ഞോണ്ട് നിൽക്കും, ചുണ്ണാമ്പ് ചോദിച്ചോണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ന് പറയണ, അതാ ഞാൻ പോയി പറയണ. അത് പിന്നെ എന്തോന്ന് കുമാറേ, മാമൻ അടക്കിയത് അവിടെയല്ലേ, അവിടെ തന്നെ മാമി അടക്കണമെന്ന് മാമി പറഞ്ഞിട്ടുള്ളേ എന്ന് പറഞ്ഞാ ഈ പ്രസന്റ് എങ്ങനെ പറയുമ്പോ പിന്നെ എങ്ങനെയാണ്? അവന്റെ വഴിയിട്ടല്ലല്ല, നമ്മുടെ വസ്തുലല്ലേ, അതിന് അവനെന്ത്? അണ്ണാ ആ ഒരു ടൈപ്പ് അല്ലേ, വെറുതെ മരിപ്പായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ. നമുക്കൊക്കെ അവിടെ നിന്ന് മാറ്റി കൊടുത്താ എന്ത്? വെറുതെ അവൻ അലമ്പ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാ ആ കുമാർ അത് നോക്കി ചെയ്യാട്ടാ. അണ്ണ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ചെല്ലണം. ഞാൻ അമ്പലത്തിൽ കിടന്ന് വരാം. അണ്ണൻ ചെല്ലണം, ഞാൻ അവിടെ ഉണ്ടല്ലോ. എന്റെ അടിമൊത്തം പാറയടാ. എന്തായാലും നന്നായടാ, നമുക്ക് കുറച്ചേരം കൂടെ നിൽക്കാല്ലേ. ശരിക്കും ഈ പണിയേണ്ട വന്നാ ഞാൻ ഇറങ്ങി ഓടുവളിയാ. ആരും വരില്ലളിയാ, അതൊക്കെ ഞാൻ എപ്പോഴേ ബ്ലോക്ക് ചെയ്തു. ഇവിടെ പണിക്ക് വന്ന ബംഗാളിക്ക് ഞാൻ 500 കൊടുത്ത് പറഞ്ഞു വിട്ടു. അഞ്ജലി ഇപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാളിയാ. അവളാ കരഞ്ഞിട്ട് മൂക്ക് വീഴണതൊക്കെ കാണണം. ഏസ്തറ്റിക്ക് ഇവളാണ് അളിയ എൻ്റെ പെണ്ണ്. ഡേ ആരൊക്കെയാ വന്നടേ, ഞാൻ അങ്ങോട്ട് നിൽക്കേ. നീ എന്തായാലും ഇവിടെ പണി, ഞാൻ പോയി അവളെ വളച്ചിട്ട് വരാം. ബംഗാളേ ഇവിടെ വേണ്ട, നീയേ ദോ ആ മൂല പോയി, ദോ ഓ മൂലമേ പോയി കാം കരോടാ. ആ മൂല നീ പറഞ്ഞുട്ടാ എടേ, അത് കന്നിമൂലയാണ്. പേരേടത്തിന് എന്തോന്ന് കന്നിമൂല? അറിഞ്ഞൂടെ ഈ സംസാരിക്കാൻ പോവൻ. പേരേടത്തിന് കന്നിമൂല ഇല്ലെന്ന്. മാമ മരിച്ച ഞങ്ങളെ സഹോദരി എന്നെ സമ്മതിച്ച് എന്ന് വെച്ചാൽ എല്ലാത്തിലും കയറി മാതിരി ഉടക്കാൻ നിൽക്കല്ലേ. പോടാ കന്നിമൂല കന്നിമൂലയാ, പോടാ ഇറക്കാം ജൽദി. താരാ താരിഖ് മാമ നിങ്ങൾ പോയി. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ, പക്ഷെ നിനക്കൊന്ന് വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളോ? അഞ്ജലി, നീ ഇപ്പം എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടിൽ. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ?
അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ വായിക്കും. ഇത് കഴിഞ്ഞ് വെടിക്കെട്ടും ഉണ്ട്. എന്ത്? അത് അപ്പുറത്തെ വീട്ടിൽ അവരെന്തോ പ്രാക്ടീസ് ചെയ്യണയാണ്. നിനക്കിത് ആദ്യമേ പറഞ്ഞൂടെ? ചേട്ടാ ഇവിടെ എന്നെ വിളിക്കണം. ഞാൻ വെച്ചോട്ടാ. ഞാൻ ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. നിക്ക് നീ ഇപ്പൊ തന്നെ എൻ്റെ അമ്മ അച്ഛനെ വിളിച്ചേക്കണം, മനസ്സിലായോ? ഓ അഞ്ച് ഞാൻ റെഡി. സുനിയണ്ണ വാർക്ക നല്ല വൈബ് പരിപ്പിടല്ലേ? അതൊക്കെ തന്നെ ബോഡി ഇപ്പൊ കൊണ്ടുവരും. കുപ്പി എടുക്കണ്ട, നീ ഷെയർ ഇട്. ഡേയ് ഞാനല്ലടാ 2 കിലോ ചിക്കൻ സ്പോൺസർ ചെയ്താ. എടാ നീ കളിക്കല്ലേ, ആരെങ്കിലും വിളിച്ചിട്ട് കാശ് ഒപ്പിച്ചാണ്. ആരെങ്കിലും വിളിച്ച് കാശ് ഒപ്പിക്കാൻ പറയാം. ഈ സമയത്ത് ഞാൻ ഇവിടെ പോകാനാണ്. നീ ഇത് പിടിച്ചാണ്ടാ? എന്താ പിടി. ആരെങ്കിലും മരണം നോക്കിയോ? ഇതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടാ. 4 ഇന്ന് മുരളിയണ്ണന് ചെലവ് തന്നെ. മരണം, സഞ്ചയനം, കരിനാള്, കുളിയടി എന്തരം. അതിൻ്റെ കൂടെ ഇതുകൂടെ അങ്ങ് ഇരിക്കട്ടെ. എന്നെ അവൾ ഇതുവരെ കണ്ടില്ലളിയാ. എൻ്റെ ഫോണെത്തി തന്നാണ്. എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയാണ് അവള്. ഞാൻ ഇവിടെ നിൽക്കണം, അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ. എനിക്ക് ഇവിടെ ഒരുപാട് പണിയുണ്ട്. ഓ അറിയാം. ഇത് ചെയ്തിരുന്നിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ പോകാൻ. നീ നിൻ്റെ കാര്യത്തേക്ക് പോകാൻ. എന്തോന്നളിയാ? എനിക്ക് തന്നെ കാണണം. ഇനിയിപ്പോൾ അവൻ്റെ മണ്ണുള്ള ഷോ തുടങ്ങും. ഇവിടെ മതി, ഇവിടെ മതി. നിങ്ങളങ്ങനെ മൈൻഡ് ചെയ്യണമെന്നും പോണ്ട കേട്ടോ. ഇതൊക്കെ ആരുടെ ഇവിടെ കൊണ്ട് നിറക്കിയ? പിന്നെ കസേരയും ടാർപ്പൊക്കെ കരകത്തി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പിന്നെ എന്തിന്? അല്ലണ്ണ അത് പിന്നെ അണ്ണനെ കണ്ടുമില്ല. എന്തിനു കണ്ടില്ല അന്ന്? ഇവിടെ അങ്ങ് സമയം കഴിഞ്ഞു പോയാ. ഇത് ഹൈക്കോട്ടിക്കോണം കരയോത്തിൻ്റെ പരിധി പറഞ്ഞ വീടാണ്. ഇവിടെ മരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കരയോത്തിനറിയാം. ഓ നിങ്ങൾ നോക്കി, നിങ്ങൾ താരം പറഞ്ഞ അവിടെ നോക്കണ്ടെന്ന്. ഇതല്ല ഇപ്പോൾ ഇവിടുന്ന് പറക്കൊണ്ട് പൊയ്ക്കോണം. പിറക്കൊണ്ട് പോണേ എവിടെ? വേണമെങ്കിൽ നിങ്ങളെ കസേരൻ്റെ അവിടെ എവിടെയെങ്കിലും ഇട്ടോ. അത് തീരുമാനിക്കാൻ നിൻ്റെ വീടല്ല. അണ്ണാ അത് നിങ്ങളെ വിടുമല്ലോ, നിങ്ങളങ്ങ് തീരുമാനിക്കാൻ. ഇത് എൻ്റെ വാർഡിനകത്ത് വരുന്ന വീടാണ്. അപ്പോൾ എനിക്കറിയാം അവിടെ എന്ത് ചെയ്യണം. ഇത് കരയോണ് പറയണത്. എങ്കിൽ ഈ പറയണത് വാർഡ് മെമ്പറാണ്. മെമ്പറൊക്കെ അങ്ങ് പഞ്ചായത്തിൽ മതി. മരണ വീട്ടി വേണ്ട. മരണ വീട് എന്ത് നിങ്ങൾക്ക് എഴുതി തന്നേക്കണം. നിനക്ക് മുട രസമുണ്ട്. എനിക്ക് പരാസം അല്ലേ? ഇതല്ല ഇപ്പം ഇവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ പിന്നെ കരയോ ഒന്നിനും കൂടെ വയ്ക്കില്ല, പറഞ്ഞേക്കാം. കുമാരേ അണ്ണ ഇറക്കണം. കുമാരേ വേണു കന്നി മൂലയിലാണ് അടക്കാൻ പോണത്. ഇത് ആരാണ് ഇതൊക്കെ ഇവിടെ തീരുമാനിച്ചത്? വേണോണ അത് അപ്പുറത്തെ പ്രശ്നമാണ്. അവരെ വഴിയുടെ അരിവിലിട്ട് കത്തിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടാണ്. ഏത് പ്രശ്നം? അവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആണോ? വാ. അഞ്ജലി വെട്ടി തള്ളണം. ഭൈരവം കൊണ്ടുവന്ന് ബംഗാളി. ഓ ഡേ ഭായ്, ഇധർ നഹീ ഉധർ ജാओ, സാഫ് കരോ. എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ പോയി വെട്ടടാ. പോടാ. എന്നാലും അണ്ണാ ഇറക്കി വെച്ച അവസരമൊക്കെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സ്വപ്പം അന്യായല്ലേ അണ്ണാ? കുമാരേ ഞാൻ പറയണം, നീ കേള്. എൻ്റെ മോളെ കല്യാണം അവിടെ പന്തളത്ത് കരയോഗം വഴി ഇവിടെ വേണോണ്ണൻ്റെ അടുത്ത് വിളിച്ചാണ് നമ്മളെ പറ്റിയൊക്കെ അവർ അന്വേഷിച്ചത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ വേണോണ്ണനെ പിണക്കിയ. എനിക്കറിയാലോ, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. എന്തോ പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ ഹരീന്ദ്രായി. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത്? അല്ല അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വെട്ടാൻ നേരത്ത് അവിടെ പോകാൻ പറയും, അവിടെ വെട്ടാൻ നേരത്ത് ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക് നീ കൂടെ ഒന്നും നില്ലേ? വഴിയാണ് അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയോളൂ അവക്കൊക്കെ. നോക്കിക്കോ. അവക്കൊക്കെ എവിടൊക്കെ പെരേടെ കിടക്കണേ, എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റോളാ? അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ അണ്ണ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ എനിക്ക് പറ്റൂലെന്ന്. ശക്തിച്ചേട്ടനല്ലേ അത്? എടി ശക്തിച്ചേട്ടൻ. ഏത്? എന്റെ
കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. പോച്ചാ അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തി ചേട്ടൻ. ഈ വേട്ടവാളിയിലും ഉണ്ടോ? എനിക്ക് വയ്യത് ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. പ്രസന്ന ഇവിടെ വിളിച്ചോണ്ട് പോ. എന്തൊരു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്ക് നോക്കി, അതിനു മുമ്പ് അമ്പിയെ കത്തിക്കണം. സതീശ ഡേടേ വേറെ ആരുമല്ല, കരയവും പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രി അതെന്ന് എനിക്കറിയണ്ട. ഇതിപ്പോ എന്റെ വഴിയെടുത്തുന്ന മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ ഇട്ട് കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളവർ നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന, ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല, അടിക്കാവനെ. എന്റെ അണ്ണ നിങ്ങൾക്ക് ഇങ്ങനെ നഴുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല, വല്ലമാരെ വാക്കും കേട്ടും. പ്രസന്ന, മാമൻ അടക്കി അവിടെയുണ്ട്. അന്ന് വെച്ച് തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടക്കിയോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കാൻ വരുള്ളൂ. പ്രസന്ന അടിയവനെ, അടിക്കാവനെ. നീ ഒന്നടിച്ച് നോക്കിയാണ്. ആ പ്ലാഗം പൊട്ടി അവനെ അടിയാ. പ്രസിഡന്റ് ആണോ പറഞ്ഞ? അടിയവനെ.